ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവരുന്ന ചാറ്റ് നെയിം എല്ലാം കൊടുക്കുന്ന ഓപ്ഷൻ ഇതെല്ലാം ഹോൾഡ് ചെയ്തു വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായി ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം വന്നിരിക്കുന്നത്. പ്രധാനമായും കുറച്ച് കാര്യങ്ങളെല്ലാം മെറ്റയോട് ഇവർ ചോദിക്കുന്നുണ്ട്. അതായത് മറ്റൊരാളായി ആക്ട് ചെയ്ത് ഒരു യൂസർ നെയിം എല്ലാം ക്രിയേറ്റ് ചെയ്ത് പല ആളുകളെയും പറ്റിക്കാനെല്ലാം എളുപ്പമായിരിക്കും. അതായത് മറ്റൊരാളാണ് എന്ന് മിമിക് ചെയ്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയാണോ അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നവരെ എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. നേരത്തെ യൂസർ നെയിം അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഫോൺ നമ്പർ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിസ്ക് എല്ലാം തന്നെ കുറവായിരുന്നു. എന്നാൽ ഇനി ഈ ഒരു യൂസർ നെയിം എല്ലാം വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ റിസ്ക് എല്ലാം ഇല്ലേ എന്നാണ് മെറ്റയോട് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേ അധികം റിസ്കുകളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ എല്ലാം നേടുന്നതിന് വേണ്ടി മെറ്റയെ ഇപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എല്ലാം നൽകാനാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു റിസ്ക് എല്ലാം തന്നെ മനസ്സിലാക്കി അതിനു ശേഷമെല്ലാമായിരിക്കും, അല്ലെങ്കിൽ ഈ കാര്യമെല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഇതിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമായിരിക്കും ഈ ഒരു ഫീച്ചർ എല്ലാം ലോഞ്ച് ആവുക. എന്നിരുന്നാലും മെറ്റയുടെ ഭാഗത്തു നിന്നും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ യൂസർ നെയിം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോൺ നമ്പർ എല്ലാം വേണം. അതായത് വാട്സപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇതിനൊരു ഫോൺ നമ്പർ എല്ലാം വേണം. അതിനാൽ തന്നെ ആരെങ്കിലും മെസ്സേജ് അയച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമെല്ലാം വരികയാണെങ്കിൽ കൂടി ഒരു ഫോൺ നമ്പർ ഒന്നും ഇല്ലാതെ അവർക്കൊരു യൂസർ നെയിം ഒന്നും ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഒരുപാട് പേർക്ക് യൂസർ നെയിം എല്ലാം സെർച്ച് ചെയ്ത് മെസ്സേജ് അയക്കുന്നതിൽ ഇങ്ങനെ ഈ ഒരു മെസ്സേജിങ് ലിമിറ്റ് എല്ലാം കൊണ്ടുവരും. അതിനാൽ തന്നെ ഒരുപാട് പേർ ഗസ് ചെയ്ത് യൂസർ നെയിം എല്ലാം യൂസ് ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ബ്ലോക്ക് ആവുകയാണെങ്കിലെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ സ്ട്രിക്റ്റ് ആയ ആക്ഷൻ എല്ലാം തന്നെ വാട്സപ്പിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും. അതുപോലെ അക്കൗണ്ട് കോണ്ടാക്സ്റ്റ് കാർഡ് എന്നൊരു ഫെസിലിറ്റി എല്ലാം തന്നെ, അതായത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണോ, അല്ലെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് പുതുതായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണോ, അല്ലെങ്കിൽ വിദേശത്തു നിന്നാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതിനുള്ള സംവിധാനമെല്ലാം മെറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം അവരെ ധരിപ്പിച്ച് നല്ല രീതിയിൽ ഈ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല എങ്കിൽ അധികം താമസിയാതെ നമുക്ക് ഈ ഒരു ഫീച്ചറെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേർ ഈ ഒരു മെസ്സേജ് എല്ലാം കാണുന്നുണ്ട്. അതായത് ഈ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കാര്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അധികം താമസിയാതെ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഒരുപാട് പേർ ഈ ഒരു ഫീച്ചർ എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. കാരണം കുറേ ആളുകൾക്ക് അവരുടെ പ്രൈവസി എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനും, അതായത് നമ്മുടെ ഫോൺ നമ്പർ ഒന്നും ഷെയർ ചെയ്യാതെ നമുക്ക് വേണ്ടവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം ഈ ഒരു സംവിധാനം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമെല്ലാം ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചെല്ലാമാണ്. ലേഡീസിനെല്ലാം തന്നെ അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഒന്നും അറിയാത്തവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഇതുപോലെയുള്ള റിസ്കുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനെല്ലാം സാധിക്കുക. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മെറ്റ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് ഇൻഫർമേഷൻ എല്ലാം അറിയുന്നതിന് വേണ്ടി ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്